മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, സുഭാഷിതങ്ങൾ 16-ാം അധ്യായം. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. ഒരുവന് തൻ്റെ നടപടികൾ അനന്യമെന്ന് തോന്നുന്നു, കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു. അനർത്ഥദിനത്തിനു വേണ്ടി അവിടുന്ന് ദുഷ്ടരെയും സൃഷ്ടിച്ചു. അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്, അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല തീർച്ച. ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം. ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇടുങ്ങിക്കഴിയുന്നു. പല പദ്ധതികളും വിഭാവനം ചെയ്യുമ്പോഴും കർത്താവിൻ്റെ പദ്ധതിക്കാണ് നാം വിളിക്കപ്പെട്ടതെന്നുള്ള സത്യം. എന്തിനാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്? ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി തന്നെയാണ്. ഇന്ന് ദിവ്യബലി അർപ്പിക്കുമ്പോൾ ദൈവത്തെ നാം ആരാധിക്കുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥനകളും യാചനകളും ഈ ദിവ്യബലിയോടുകൂടി ചേർന്ന് നമ്മൾ അർപ്പിക്കുമ്പോൾ നാം ഭൂവിലും സ്വർഗത്തിലും നിക്ഷേപം കണ്ടെത്തുക തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മളെ ശരിയായ ദിശയിലേക്കാണോ നയിക്കുന്നത്, അല്ലെങ്കിൽ നാം ശരിയായ ദിശയിലൂടെയാണോ സഞ്ചരിക്കുന്നത്? സുവിശേഷം നമ്മൾക്ക് നൽകിയിരിക്കുന്നത് ശരിയായ വഴിയിലൂടെ, യേശുവിനെ നൽകിയിരിക്കുന്നത് വഴിയും സത്യവും ജീവനുമായ ആ വചനത്തിലൂടെ നാം നിത്യതയിലേക്ക് പ്രവേശിക്കുക, അതെ ദൈവത്തിൻ്റെ മക്കളാകുക എന്നത് തന്നെയാണ്. എന്നാൽ ഇന്ന് ദുഷ്ടൻ നമ്മുടെ സഭയിലും കടന്നു കയറിക്കൊണ്ട് ദൈവജനത്തെ ദുഷ്പ്രേരണ നടത്തിക്കൊണ്ട് നിത്യമായ നാശത്തിലേക്ക് നയിക്കുമ്പോൾ നാം വിചിന്തനം ചെയ്യണം. ജ്ഞാനം നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മനസ്സിലാക്കുവാനുള്ള കൃപ ലഭിക്കുകയുള്ളൂ. അല്ലാതെ നാം ഓരോ കാര്യങ്ങളിലും ഒന്നുചേരുമ്പോൾ ദുഷ്ടൻ്റെ കെണിയിൽപ്പെട്ടുകൊണ്ട് നിത്യനാശത്തിലേക്ക് തന്നെ നാം സഞ്ചരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് ദൈവം തൻ്റെ പുത്രനിലൂടെ നൽകിയ സഭയെ അനുസരിച്ചുകൊണ്ട്, സഭ നമുക്ക് നൽകുന്ന കൂദാശകൾ വിശുദ്ധമായി സ്വീകരിച്ചുകൊണ്ട് നിത്യമായ ജീവൻ്റെ അപ്പം സ്വീകരിക്കുവാനായിട്ട്, ആ സന്തോഷത്തിൽ ആ ആനന്ദത്തിൽ നാം ഓരോരുത്തരും നമ്മളുടെ കുടുംബവും നമ്മുടെ സമൂഹവുമെല്ലാം എത്തിച്ചേരുവാനുള്ള പ്രയത്നം ആ പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ് നാം നടത്തുക. അതിനുള്ള കൃപകൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ തോമസ് ജോർജ് പാണാശ്ശേരി.